Good morning everyone. Introduction to MS Excel 2013. Microsoft Excel is an electronic spreadsheet. As with the paper spreadsheet, you can use Excel to organize your data into rows and columns and to perform mathematical calculation. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത് സ്പ്രെഡ്ഷീറ്റ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കുള്ള ഒരു ആപ്ലിക്കേഷനാണ് എക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ എക്സൽ എന്ന ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ ഈ സ്പ്രെഡ്ഷീറ്റൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ MS Excel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാധാരണ ഒരു പേപ്പർ സ്പ്രെഡ്ഷീറ്റ് പോലെ തന്നെയാണ്. നമ്മൾക്ക് ഡാറ്റ ഓർഗനൈസ് ചെയ്യാനായിട്ടും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനുമുള്ള സ്പ്രെഡ്ഷീറ്റുകൾ തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് സ്പ്രെഡ്ഷീറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടിംഗ് മൈക്രോസോഫ്റ്റ് എക്സൽ. എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്നുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലിക്ക് ദ സ്റ്റാർട്ട് മെനു. ആദ്യം തന്നെ എന്താണ്, ഡെസ്ക്ടോപ്പിൽ സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്യാം. ദെൻ അതിൽ നിന്ന് സെലക്ട് ഓൾ പ്രോഗ്രാംസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ദെൻ സെലക്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ സെലക്ട് മൈക്രോസോഫ്റ്റ് എക്സൽ 2013. അതിൽ നിന്ന് മൈക്രോസോഫ്റ്റ് എക്സൽ 2013 എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി ഇങ്ങനെയല്ല, ഡെസ്ക്ടോപ്പിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സലിൻ്റെ ഐക്കൺ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ക്രിയേറ്റിംഗ് എ ന്യൂ ബ്ലാങ്ക് വർക്ക് ബുക്ക്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്താണ് വർക്ക് ബുക്ക് എന്നുള്ളത്. വർക്ക് ഷീറ്റുകൾ ചേർന്നതാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു വർക്ക് ബുക്ക് വേണം, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത വർക്ക് ബുക്കല്ല നമ്മൾക്ക് വേണ്ടത്, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പുതിയ വർക്ക് ബുക്കാണ് നമ്മൾക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ എക്സൽ ഓപ്പൺ ചെയ്ത് വെച്ചു. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞ എന്താണ്, മൈക്രോസോഫ്റ്റ് എക്സൽ 2013 എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചു. അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾക്ക് ഫയൽ എന്ന് പറയുന്ന ഒരു മെനു കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഫ്രം ദ ഫയൽ മെനു സെലക്ട് ന്യൂ. ആ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്നും ന്യൂ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പുതിയ വർക്ക് ബുക്കാണ് നമ്മൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ഫയലിൽ നിന്ന് ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ ക്ലിക്ക് ബ്ലാങ്ക് വർക്ക് ബുക്ക്. അതിൽ തന്നെ നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യുക? ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പണായി വരും. നെക്സ്റ്റ്, ക്രിയേറ്റിംഗ് എ ന്യൂ വർക്ക് ബുക്ക് ഫ്രം എ ടെംപ്ലേറ്റ്. അതുപോലെ തന്നെ ഒരു വർക്ക് ബുക്ക് നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടെംപ്ലേറ്റ് എന്താണെന്ന് നോക്കാം. എ ടെംപ്ലേറ്റ് ഈസ് എ പ്രീ ഡിസൈൻഡ് എക്സൽ വർക്ക് ബുക്ക് ദാറ്റ് യു ക്യാൻ ദെൻ ചേഞ്ച് ടു സ്യൂട്ട് യുവർ നീഡ്സ്. അതായത് ഒരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സൽ വർക്ക് ബുക്ക് തന്നെയാണ്, പക്ഷേ അതെന്താണ്, പ്രീ ഡിസൈൻഡ് ആയിരിക്കും. നേരത്തെ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വർക്ക് ബുക്ക് ആയിരിക്കും ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള പലതരത്തിലുള്ള ടെംപ്ലേറ്റുകൾ ഉണ്ടാവും, വർക്ക് ബുക്കിൻ്റെ ടെംപ്ലേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാൻ, നമ്മളുടെ വർക്ക് ബുക്ക് ഭംഗിയാക്കാനായിട്ട് ആ ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തിട്ടായാലും നമ്മൾക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലും നമ്മൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഒരുപാട് ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ നീഡിനനുസരിച്ചിട്ടുള്ള ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. വെൻ യു ക്രിയേറ്റ് എ ന്യൂ വർക്ക് ബുക്ക് ഫ്രം എ ടെംപ്ലേറ്റ്, നിങ്ങളൊരു പുതിയ വർക്ക് ബുക്ക് ഒരു ടെംപ്ലേറ്റിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, എന്താണ്, ഒരു പുതിയ വർക്ക് ബുക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്,
ആ ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റിൽ നിന്നാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ യു ആർ ക്രിയേറ്റിംഗ് എ കോപ്പി ഓഫ് ദ ഒറിജിനൽ ടെംപ്ലേറ്റ്. നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഒരു ഒറിജിനൽ ടെംപ്ലേറ്റ് ഉണ്ട് അല്ലേ? ആ ഒറിജിനൽ ടെംപ്ലേറ്റിൻ്റെ ഒരു കോപ്പിയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വർക്ക് ബുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ടെംപ്ലേറ്റിൻ്റെ ഒറിജിനൽ ഉണ്ടാവും. അതിൽ നിന്ന് ഒരു കോപ്പി നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർക്ക് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബ്ലാങ്ക് വർക്ക് ബുക്കായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഒരു പുതിയ വർക്ക് ബുക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് പ്രീ ഡിസൈൻഡ് ടെംപ്ലേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ പറഞ്ഞ ടെംപ്ലേറ്റ് വെച്ചിട്ട് നിങ്ങളൊരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ടു ക്രിയേറ്റ് എ ന്യൂ വർക്ക് ബുക്ക് ഫ്രം എ ടെംപ്ലേറ്റ്. ഒരു ടെംപ്ലേറ്റിൽ നിന്ന് ഒരു പുതിയ വർക്ക് ബുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതിനും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് തന്നെയാണ്? ഫയൽ മെനുവിൽ നിന്ന് ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഫ്രം ദ ഫയൽ മെനു സെലക്ട് ന്യൂ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഇൻ ദ സെർച്ച് ബോക്സ് സെർച്ച് എ ടെംപ്ലേറ്റ് കാറ്റഗറി ആൻഡ് പ്രസ് എൻറ്റർ. എന്ത് ചെയ്യണം? അവിടെ ഒരു സെർച്ച് ബോക്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ സെർച്ച് ബോക്സിൽ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യണം? ടെംപ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് എൻറ്റർ കീ പ്രസ് ചെയ്യാം. ക്ലിക്ക് എ ടെംപ്ലേറ്റ് ആൻഡ് ടു ഡൗൺലോഡ് ഇറ്റ് ക്ലിക്ക് ക്രിയേറ്റ്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റുകളെല്ലാം അവിടെ കാണിക്കും. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യണം. ദെൻ അത് ഡൗൺലോഡ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ആ ടെംപ്ലേറ്റിൻ്റെ ഓപ്ഷൻസ് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ടെംപ്ലേറ്റ് ചൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം.